വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടമെത്തി. പനമരം ചങ്ങാടക്കടവിലെ തോട്ടത്തിലാണ് 4 ആനകൾ തമ്പടിച്ചിരിക്കുന്നത്. ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ദൃശ്യങ്ങൾ കാണാം. എം കമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, വനമേഖലയ്ക്ക് അടുത്താണോ ഈ തോട്ടമുള്ളത്? നമുക്ക് ശബ്ദം ഉപയോഗിച്ച് ഈ ആനയെ തുരത്താനുള്ള ശ്രമങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പോകുന്നുണ്ടോ ഇവർ? വനമേഖലയ്ക്ക് വളരെ അടുത്തല്ല, പക്ഷെ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ പനമരത്ത് നിന്ന് നീർവാരം, പുഞ്ചവയൽ, അതുപോലെ അമ്മാനി തുടങ്ങിയ പ്രദേശങ്ങൾ. ഇവിടെ അടുത്തുള്ള വനമേഖല എന്ന് പറയുന്നത് കുറുവദ്വീപിനടുത്തുള്ള പാക്കം വനമൊക്കെയാണ്. അവിടെ നിന്നാണ് ഈ പുഴയോരത്തൂടെ ആനകൾ രാത്രി കൃഷിയിടത്തിലെത്തുന്നത്. പലപ്പോഴും രാവിലെ തിരിച്ചു പോകാതെ ഈ തോട്ടങ്ങളിൽ തന്നെ ആനകൾ നിലയുറപ്പിക്കുമ്പോഴാണ് ഈ വിവരം പുറത്ത് ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ വരുന്നത്. മിക്കവാറും രാത്രി തന്നെ ആന തിരിച്ചു കാട് കയറും. പക്ഷെ ചിലപ്പോൾ ഇത്തരത്തിൽ ആ പ്രദേശത്ത് കാട് കയറി കിടക്കുന്ന പല തോട്ടങ്ങളുമുണ്ട്. വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത തോട്ടങ്ങളുണ്ട്. അത്തരം തോട്ടങ്ങളിലേക്ക് ആനകൾ ചിലപ്പോൾ തമ്പടിക്കുമ്പോഴാണ് ഈ പകൽ സമയത്തും ആനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ചക്കയുടെ സീസൺ ആകുമ്പോഴാണ് ഈ പ്രദേശത്തേക്ക് ആനകൾ കൂട്ടത്തോടെ എത്തുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതിയുണ്ട്. കാരണം പുലർച്ചെയൊക്കെ പുറത്തിറങ്ങാൻ ഭയപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. ഏത് ഭാഗത്താണ് ആനയുള്ളത്, ഏത് വഴിയിലൂടെയാണ് ആന വരിക എന്ന അറിയാത്തൊരു സാഹചര്യം ഈ മേഖലകളിലൊക്കെ ഉണ്ട്. എന്തായാലും വനപാലകർ സ്ഥിരമായി പട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴും ആനയെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അപകടകരമായ ഒരു സ്ഥലത്തല്ല, ഒരു തോട്ടത്തിനുള്ളിലാണ് ആനകൾ തമ്പടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വൈകുന്നേരത്തെ ആനകൾ അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണെങ്കിൽ ഇരുൾ വീണതിന് ശേഷമായിരിക്കും ആനകളെ വനത്തിലേക്ക് തിരുത്തുക. ശരി.